സോറി, ഞാൻ അല്പ ലേറ്റായി. സാരല്ല. കോളേജിലെ മാഗസിൻ പ്രകാശന ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തി തന്നെയും നടന്മാരെയും അപമാനിച്ചിറക്കി വിട്ടെന്ന് നടനും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോർജ്. തെണ്ടിത്തരന്നല്ലേ ഇതിന്റെയൊക്കെ പേര്? അത് വലിയ കഷ്ടമായിപ്പോയല്ലോ. ഈശ്വര, എന്തൊക്കെ സംഭവിക്കുവോ? നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. ഗ്രഹണ സമയത്ത് നീർക്കോലിക്കും വിഷം ഉണ്ടാവുന്നുള്ളത് ശരി തന്നെ. മലപ്പുറം വളാഞ്ചേരി കോളേജിലുണ്ടായ അപമാനം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. എവിടെ ജോലി ചെയ്താലും ആ നാട്ടുകാരുടെ മുഴുവൻ പ്രാക്ക് കേട്ട് അയാൾ അടങ്ങും. അപ്പൊ അവിടെ ചെന്നു, അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു. പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത്. കൂട്ടത്തിൽ എന്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് ശരി. എന്നാ എഴുന്നേറ്റ്. ഇവിടെ ഇപ്പൊ പുതിയ ഏർപ്പാടുകളൊന്നും വേണ്ട. പുള്ളി പറഞ്ഞു അതെ ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൂടെയുള്ളവർ സംസാരിക്കും, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും അവര് അധ്യാപകർ എന്നെ വിളിച്ച് അവരെയും കയറ്റിയിരുത്തിയതേ. അപ്പൊ ബാക്കിയുള്ളവർ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എന്റെ വിഷയമാവില്ല. അപ്പൊ പുള്ളി വന്നിട്ട് പറഞ്ഞു അതെ അതിവിടെ മാഗസിൻ പ്രകാശനം മാത്രം മതി, വേറൊന്നും പറ്റില്ല, ഇവിടെ വേറൊന്നും ചെയ്യാൻ. ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാനെ. ഇത് തെറ്റാണ്. ഇത്രയും വാശി. തെറ്റും ശരിയും അനിയത്തി എന്നെ പഠിപ്പിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇവർക്ക് ആർക്കും ഇവിടെ ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും മാഗസിൻ പറഞ്ഞ് പ്രകാശനം ചെയ്യുക, നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. എന്റെ അടുക്ക് ആളാവാൻ നോക്കിയാലുണ്ടല്ലോ നിന്നെ ഇവിടെ ഇറക്കി വിടും ഞാൻ. കുറച്ച് മനുഷ്യപ്പറ്റോടും മര്യാദയോടും കൂടി പെരുമാറണം. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ ഇങ്ങനെ ചൂടാകാൻ? എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. രമേശ, എല്ലാരും പറയുന്ന പോലെ നീ പറയരുത്. ഇത്തിരി വിവരവും പഠിപ്പൊക്കെ നിനക്കുണ്ടെന്നാ ഞാൻ കരുതുന്നത്. കുഞ്ഞുട്ട കണ്ടാൽ ആള് പാവാ, കിടഞ്ഞ കിരിക്കാടൻ ജോസിന്റെ അപ്പനാ. ഇതെന്നോട് അവിടെ നിൽക്കുമ്പോ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിബിൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അവിടെ അധികാരത്തിൽ താല്പര്യമില്ല, ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടി ഒന്ന് ചെയ്തിട്ട് നമുക്ക്. അപ്പൊ ഞാൻ പറയാം ഓക്കെ, ഇത്രയും അത് നല്ലതല്ലേ? ഇതിനകത്തെ ഒരു ത്രില്ലില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേണ്ട, താൻ പറയണ്ട, പറയുന്നത് കേട്ടാ മതി. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിട്ട് നിങ്ങളാരും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലേ? വേണ്ട വേണ്ട എന്ന് പറയാനല്ലേ നമുക്ക് പറ്റൂ. സ്റ്റുഡൻസിനെ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നി. എന്താണെന്നറിയാമോ, അവര് എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വന്നിരുന്നതാണ്. അവരൊരുപാട് പ്രതീക്ഷിച്ചിരുന്നു. നായുടെ വാല് ഏത് കോട്ടയ്ക്കൽ വൈദ്യം വിചാരിച്ചാലും നിവർത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി. എന്നാലും ഇത് കുറച്ച് കടുപ്പമായി പോയി. ഇനി ഇതിന്റെ പേരിൽ ആരും വഴക്കുണ്ടാക്കണ്ട. ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി.